ഉത്തർപ്രദേശിൽ BSPയുടെയും സമാജ്വാദ് പാർട്ടിയുടെയും ആശങ്കകൾ കോൺഗ്രസ് ഗൗരവത്തിലെടുക്കുന്നു. മായാവതിക്ക് ത്രികോണ മത്സരം നടന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നേരിടും എന്ന കാര്യത്തിലാണ് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ രാഹുൽ ഗാന്ധി തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ BJPക്ക് മുൻതൂക്കം ലഭിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വോട്ട് ബാങ്ക് ഉള്ളത്. അതിലൊരു ഒത്തുതീർപ്പിന് തയ്യാറായിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ലെന്ന ഉറപ്പും രാഹുൽ ഗാന്ധി നൽകുന്നുണ്ട്. പ്രാദേശിക നേതാക്കൾക്ക് ഈ നിർദ്ദേശം രാഹുൽ ഗാന്ധി നൽകിയിട്ടുമുണ്ട്. BSPയുടെ വോട്ട് ബാങ്ക് കോൺഗ്രസ് ശക്തമാകുന്നതോടെ പിളരുമെന്ന ആശങ്ക മായാവതി അഖിലേഷ് യാദവിനെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി ഒരു ഒത്തുതീർപ്പിന് തയ്യാറായത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ മഹാസഖ്യത്തിനുണ്ടായ ആശങ്കയാണ് വോട്ട് ഭിന്നിക്കുന്നുണ്ടോ എന്ന്. സമാജ്വാദ് പാർട്ടിയുടെയും BSPയുടെയും അതേ പ്രവർത്തന രീതിയിൽ കോൺഗ്രസും രംഗത്തിറങ്ങിയതോടെയാണ് ഇവരെ ആശങ്കപ്പെടുത്തിയത്. കോൺഗ്രസുമായി ഒരു ഒത്തുതീർപ്പ് ആവാമെന്നാണ് അഖിലേഷിന്റെയും മായാവതിയുടെയും നിലപാട്. എന്നാൽ പരസ്യമായി എതിർത്തത് കൊണ്ട് സഖ്യമുണ്ടാകില്ല, പകരം ഒരു ധാരണയാണ് ഉണ്ടാവുക. കോൺഗ്രസ് UPയിലെ 64 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ബാക്കിയുള്ള 16 സീറ്റുകളിൽ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമല്ല. എന്നാൽ ഈ സീറ്റുകൾ കോൺഗ്രസ് വലിയ ബുദ്ധിപൂർവ്വമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പാർട്ടിക്ക് 2-3 സ്ഥാനം ലഭിക്കുമെന്നാണ് ഉറപ്പ്. എന്നാൽ 10,000 വോട്ടുകൾ കൂടുതൽ മറിച്ച് മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് നൽകാനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. മഹാസഖ്യം കോൺഗ്രസിനെയും തന്നെയും എന്തൊക്കെ പറഞ്ഞാലും കാര്യമാക്കേണ്ടെന്നാണ് രാഹുലിന്റെ നിർദ്ദേശം. 2009 കോൺഗ്രസ് വിജയിച്ച 22 സീറ്റുകളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്നാണ് നിർദ്ദേശം. രാഹുലും അഖിലേഷുമായി ഒരു ചർച്ച നടന്നെന്നും അതിലൊരു രഹസ്യ സഖ്യം പ്രാദേശിക തലത്തിൽ രൂപീകരിച്ചെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. എന്നാൽ കോൺഗ്രസ് സമാജ്വാദ് പാർട്ടി പ്രവർത്തകരും തമ്മിലാണ് ഈ സഖ്യം ഉണ്ടാക്കിയതെന്നാണ് സൂചന. കോൺഗ്രസിന് വിജയസാധ്യതയുള്ള സീറ്റുകളെല്ലാം പ്രിയങ്കയുടെ കീഴിലാണ്. അവരാണ് ഈ മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തത്. മായാവതിയുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മായാവതി പ്രിയങ്ക ഗാന്ധിയുമായി ഒരു ബന്ധം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് നടന്ന 26 സീറ്റിൽ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രഖ്യാപിച്ച 9 സ്ഥാനാർത്ഥികളിൽ 5 പേർ SP-BSP സഖ്യത്തിന് നേരിട്ടല്ലാത്ത ഗുണം ചെയ്തിട്ടുണ്ട്. ഇവർ ജാതി വോട്ടുകൾ മഹാസഖ്യത്തിലേക്ക് മാറ്റാൻ കെൽപ്പുള്ളവരാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Aiva Silks, Kasaragod, Kanyanad, Mangalore.